യേശുവിൻ സ്നേഹമോർത്താൽ, കാൽവരിയാഗമോർത്താൽ നന്ദി നിറഞ്ഞിടുന്നു. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേശുവേ. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേശുവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ച് ചിന്തിച്ചു. 10 കൽപ്പനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആഴത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധിയിൽ, വിശുദ്ധിയിൽ ഒരുങ്ങുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ ഓരോ പ്രവൃത്തികളും ശരിയോ തെറ്റോ എന്നുള്ളത് വചനപ്രകാരമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് ദൈവമാണോ മനുഷ്യനാണോ പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ദൈവമാണോ മനുഷ്യനാണോ പരിഹാരം ചെയ്യേണ്ടത്? മനുഷ്യൻ പാപം ചെയ്തു, പക്ഷേ ആ പാപത്തിന് പരിഹാരം ദൈവമാണോ മനുഷ്യനാണോ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം പരിഹാരം ചെയ്ത് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പാപത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവർ തന്നെ ഉണ്ടാക്കിയ വസ്ത്രത്തെ മാറ്റി ദൈവം തന്നെ അവർക്കൊരു വസ്ത്രം കൊടുക്കുകയും, അങ്ങനെ മനുഷ്യനല്ല മനുഷ്യൻ്റെ പാപത്തിന് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ദൈവമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കാണാൻ പറ്റും. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരമായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ധ്യാനങ്ങളിലുമൊക്കെ അത് കുറച്ചും കൂടെ കയറി വരുന്നത് കൊണ്ട് നമ്മളതിൻ്റെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു മാത്രം. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ഓണം അവധിക്കാണ് നമ്മുടെ താമസിച്ചുള്ള ധ്യാനം. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കർത്താവിൻ്റെ 1ഉം 2ഉം വരവുകളെക്കുറിച്ചുമുള്ള ബോധ്യങ്ങളാണ് അതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ ജാഗരണ പ്രാർത്ഥന 2ാം ശനിയാഴ്ച 13-ാം തീയതി 2ാം ശനിയാഴ്ച നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതി. ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നാളെ കൊണ്ട് കഴിയുകയാണ്. ദൈവം വലിയ അത്ഭുതകരമായ രീതിയിൽ ദൈവികമായ വലിയ ബോധ്യങ്ങളും ഉണർവുമൊക്കെ നമുക്ക് നൽകിയതിന് നമുക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. ഇനിയുള്ള ഉപവാസ ധ്യാനങ്ങൾ എപ്പോഴെങ്കിലും വെക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾ ഇനിയൊന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ടിന്യൂ ആയിട്ടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനകൾ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ചാപ്പലിൽ. അതിൻ്റെ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് വചനഭാഗങ്ങളിലേക്ക് കടന്നു വരാം. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3 മുതൽ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമാക്കാർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിന് 25 നമ്മൾ വായിക്കുന്നു: വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അപ്പോൾ നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. പക്ഷേ ഈ പാപത്തിനൊരു പരിഹാരം തീർച്ചയായിട്ടും വേണം. പല രീതിയിലുള്ള പരിഹാരങ്ങളെക്കുറിച്ച് വചനം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദിമ കാലഘട്ടങ്ങളിൽ പാപപരിഹാര ബലികളുണ്ടായിരുന്നു. ദഹന ബലികൾ, പാപപരിഹാര ബലികൾ, പ്രായശ്ചിത്ത ബലികൾ, അങ്ങനെ നിരവധി ബലികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഒരുപാട് പേർ അങ്ങനെ ഉള്ള ബലികൾ ചെയ്തതായിട്ട് നമ്മുടെ പൂർവികർ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം മുതലാണ് അങ്ങനെയുള്ള ബലികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ലേവ്യരുടെ പുസ്തകം, സംഖ്യാപുസ്തകം, നിയമാവർത്തനത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലൊരു ആരാധനാ രീതി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരം എന്ന വണ്ണം ബലികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. ഒരു പരിഹാരം എന്ന വണ്ണം അത് ചെയ്തെങ്കിലും അതിലൊരു പൂർണ്ണത ഇല്ലായിരുന്നു. ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ്റെ പാപത്തിന് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, പരിഹാരമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയെല്ലാം നമ്മൾ അനുസ്മരിക്കുന്ന ഒന്നാണ്, ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധ കുർബാന. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന പഴയ നിയമ കാലഘട്ടങ്ങളുണ്ടായിരുന്ന ബലികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിലും പ്രഭാഷകൻ്റെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. സങ്കീർത്തനം 40:6 നമ്മളിങ്ങനെ വായിക്കുന്നു: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 35:5 നമ്മൾ വായിക്കുന്നു: ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്, അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പാപപരിഹാരം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം പാപം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പാപം ഉപേക്ഷിക്കുക. ഇനി ഞാൻ ചെയ്ത പാപത്തിന് ക്രിസ്തു എനിക്ക് വേണ്ടി ആ പാപം ഏറ്റെടുത്ത് ബലിയായി തീർന്നു, അതിന് പകരം ചെയ്യാൻ എനിക്കൊന്നുമില്ല. ഇനി പഴയ നിയമ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ചില മേഖലകളിൽ നമുക്കത് കാണാം. ഒന്ന്, ഈ ബലികൾ നടക്കുമ്പം പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം വരുന്നു. ഇനി ആ പാപം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രഭാഷകൻ പറഞ്ഞതുപോലെ അനീതി ചെയ്ത ആൾ ഈ ബലി അർപ്പിക്കുന്നതോടുകൂടി ഇനി ചെയ്യാൻ പാടില്ല എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. മറ്റൊന്ന്, നഷ്ടത്തിന് പരിഹാരം നൽകുന്ന ഒരു രീതി ആ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇന്നും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരുടെയെങ്കിലും വഞ്ചിക്കുകയോ ചതിക്കുകയോ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സ്വന്തം പാപത്തിനും തലമുറകളുടെ പാപത്തിനും അല്ലെങ്കിൽ പൂർവികരുടെ പാപത്തിനും മറ്റുള്ളവരുടെ പാപങ്ങൾക്കും വേണ്ടി പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് സംതൃപ്തി അടയുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നാം ചെയ്ത പാപത്തിന് നമ്മൾ തിരികത്തിച്ചു പ്രാർത്ഥിച്ചത് കൊണ്ട് പാപം മാറുന്നില്ല. കാരണം ഒരു തിരിക്ക് ഒരു പാപത്തെ കത്തിക്കുകയോ കത്തിക്കാതിരിക്കുന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനത് ചെയ്യുമ്പോൾ എന്ത് ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇരുട്ടായിരിക്കുന്ന ഒരു മുറിയിൽ ലൈറ്റ് ഇടുമ്പം ആ ഇരുട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അവിടെ ലൈറ്റ് ഇടുന്നത്. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, ദാഹിക്കുമ്പം വെള്ളം കുടിക്കുന്നു, ചുമ്മാ വെള്ളം കുടിക്കാറില്ല. അങ്ങനെ സാധാരണ നിലയിൽ ദാഹിക്കുന്നത് കൊണ്ട് വെള്ളം കുടിക്കുന്നു, ശരീരത്തിന് ആവശ്യമുള്ളതുകൊണ്ട് വെള്ളം കുടിക്കുന്നു, ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം കഴിക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടി ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പലപ്പോഴും പാപം മാറാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയെ മറന്നിട്ട് അല്ലെങ്കിൽ അറിയാതിരുന്നിട്ട് മറ്റു പല പ്രവൃത്തികളിലൂടെ അതിന് പരിഹാരം തേടിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് പാപം വർദ്ധിക്കുന്നതും പലരും നിരവധിയായ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ കിടക്കുന്നതിൻ്റെയും കാരണം അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ തിരി കത്തിച്ചു, തലമുറകളെ പാപം മാറാൻ വേണ്ടി ഇത്ര എണ്ണം തിരി കത്തിച്ചു കഴിഞ്ഞാൽ തലമുറയുടെ പാപം മാറില്ല. അത് കർത്താവ് തന്നെ ക്ഷമിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം തിരിയേണ്ടത് പാപപരിഹാരം ചെയ്ത വ്യക്തിയിലേക്കാണ്. ചിലരെ സംബന്ധിച്ചോളം കുറച്ച് എണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേർച്ച ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്താൽ, ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തി പലപ്പോഴും കണ്ടുള്ള കാര്യങ്ങളാണ്. ചില വ്യക്തികൾ സ്വന്തം നാട്ടിൽ നിന്ന് കാശ് മേടിക്കുന്നു, കടം മേടിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയോ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കും. പലപ്പോഴും നീതിപരമായിട്ട് പലതും ചെയ്യുന്നില്ല, അനീതിപരമായിട്ട് പലതും ചെയ്യുന്നു.
ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും അറിയാൻ പറ്റും, ഈ വിജിലൻസുകാർ കൈക്കൂലി കേസിൽ പിടിക്കുന്ന പലരും ക്രിസ്ത്യാനികളാണ്. മറ്റു മതത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കാമെന്ന്. അപ്പോൾ അതിലൊക്കെ അവിടെ എല്ലാം വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒന്നുകിൽ ഒരു കൊന്തയുണ്ടാകും, കുരിശുണ്ടാകും, മാതാവിൻ്റെ രൂപം ഉണ്ടാകും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അത് വെക്കുന്നതിൽ തെറ്റാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലർ തിരിച്ചൊക്കെ ചിന്തിക്കുക, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഈ അനീതി കാണിക്കുമ്പോൾ അവിടെ അവഹേളിക്കപ്പെടുന്ന യേശുവും മാതാവും ഒക്കെ. അപ്പോൾ അങ്ങനെ പാപത്തിന് ഒരു പരിഹാരം എന്നവണ്ണം കുറേ പ്രാർത്ഥനകൾ ചൊല്ലുക, കുറേ ക്രിയകൾ നടത്തുക, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ. ഇപ്പം കുരിശന് വഴി നടത്തുന്നതിൽ തെറ്റില്ല, യേശു പോയ കുരിശന് വഴി ധ്യാനിച്ചും കൊണ്ട് ചെയ്യുമ്പോൾ. എന്നാൽ എൻ്റെ ഒരു പാപം മാറാൻ വേണ്ടി ഞാൻ കുരിശന് വഴി നടത്തുമ്പോൾ ലക്ഷ്യം മാറി. വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന 12 വിശ്വാസ സത്യങ്ങൾ എന്താണെന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ സത്യങ്ങൾ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു കാര്യമാണ് അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന് 2ാം വരവിനെക്കുറിച്ച് പോലും ഒരു ബോധ്യവുമില്ല. ശരീരങ്ങൾ ഉയർപ്പിനെക്കുറിച്ച് ബോധ്യമില്ല, നിത്യതയെക്കുറിച്ച് ബോധ്യമില്ല. പക്ഷേ 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഇങ്ങനെ ചില കുറിപ്പടികൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കുറിപ്പടി കൊടുക്കും, നിങ്ങളുടെ പ്രശ്നം മാറാൻ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ ക്രിസ്തു എന്തിനാണ് കുരിശ്? ഇങ്ങനെയുള്ള കുറിപ്പടികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പരിപാടികളും ചെയ്താൽ പോരെ പാപം മാറാൻ? ക്രിസ്തുവിന് അവിടെ എന്താണ് പ്രസക്തി ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ചില ത്യാഗപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ, ചില വ്യക്തികളെ സംബന്ധിച്ചോളം ഭയങ്കരമായ കഠിന ത്യാഗപ്രവർത്തികൾ ചെയ്യുന്ന കാണാൻ പറ്റും. എന്നാൽ ഇവരാരും തന്നെ അയൽക്കാരനോടോ സ്വന്തക്കാരോടോ ബന്ധുക്കളോടോ തങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുള്ളവരുമായിട്ടോ ബന്ധപ്പെട്ട് അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമോ അല്ലെങ്കിൽ ഒരു എന്തോ ലഭിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുമ്പം പാപം മാറി എന്നൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ അത് നമ്മുടെ തലമുറകളിൽ കടന്ന് വീണ്ടും വീണ്ടും ആ പാപത്തിൻ്റെ ബന്ധനം നമ്മളെ ശിക്ഷകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടായി പറഞ്ഞത്. അപ്പോൾ ഇന്ന് പലരും ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് പോയിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ കിടക്കുന്നു, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ കുടുംബനാഥൻ ചിന്തിക്കുകയാണ്, പ്രശ്നം അവിടെ നടന്നോട്ടെ, ഞാൻ കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവിടുന്ന് മാറി നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത പോലെ തോന്നിയേക്കാം. പക്ഷെ പ്രശ്നം ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയേക്കും. പക്ഷേ നിലവിൽ അത് അവിടെ തന്നെ ഉണ്ട്. ഇതിനൊരു പരിഹാരം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പാപത്തിന് ദൈവം തന്നെ പരിഹാരം ചെയ്യണം. മനുഷ്യൻ്റെ പരിഹാര പ്രക്രിയകൾ പലപ്പോഴും അവനെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നേക്കാം. കാരണം ഈ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തി തന്നെ അറിയാതെ ആരുടെയൊക്കെയോ ഈ പരിഹാരം പറഞ്ഞു കൊടുത്തവരെ അടിമയോ അതിന് മുകളിലുള്ള മറ്റുള്ളവരെ അടിമയായിട്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സ്വതന്ത്രനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്ന ഒരു കാര്യമാണ് ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 4-ാം തിരുവചനം. ഇതൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കില്ല. പഴയ നിയമബലിയിൽ അങ്ങനെ ആയിരുന്നു. കോലാടുകളുടെ പല സ്ഥലങ്ങളിലും കോലാടിനെ തന്നെ അർപ്പിക്കുമെന്നും പറഞ്ഞ് പല ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല, പക്ഷേ ഒരു പാപപരിഹാരത്തിൻ്റെ ഒരു ഓർമ്മകളിലേക്കൊക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ, അതിനോട് അനുബന്ധമായി ചെയ്യുന്ന ഈ എണ്ണയൊഴിക്കലും തിരികത്തിക്കലും അല്ലെങ്കിൽ ഇത്ര എണ്ണം പ്രാർത്ഥനകൾ ചെല്ലുന്നത് കർത്താവ് സംപ്രീതനാകണമെന്നില്ല, സംപ്രീതനാവുക തന്നെ ഇല്ല. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, പക്ഷേ കർത്താവ് സംപ്രീതനാകണ്ടേ. വീണ്ടും പറയുകയാണ്, നിയമപ്രകാരം അർപ്പിക്കപ്പെടുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ടോ. ഇനി 18-ാം തിരുവചനത്തിൽ പറയുകയാണ്, പാപമോചനം ഉള്ളെടുത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. അപ്പം
2000 വർഷം മുമ്പ് യേശു ക്രിസ്തു കാൽവരി കുരിശ് മരിക്കുക വഴിയായിട്ട് എല്ലാ മനുഷ്യൻ്റെയും പാപങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ ഏറ്റെടുത്ത് സത്യം അറിഞ്ഞ് ഞാൻ എൻ്റെ പാപത്തെ, എൻ്റെ രോഗങ്ങളെ, അതിൻ്റെ പരിണിതഫലമായി വന്നിരിക്കുന്ന തകർച്ചകളെ യേശുവിലേക്ക് കൊടുക്കുമ്പോഴാണ്, ക്രിസ്തുവിൻ്റെ ബലിയെ ഞാൻ അംഗീകരിച്ച് വിശ്വസിക്കുമ്പോഴാണ് എനിക്കതിൽ നിന്ന് മോചനം ലഭിക്കുക. റോമ 8:1 നമ്മൾ വായിക്കുന്നു, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, ഐക്യപ്പെടാത്തവർ ശിക്ഷാവിധിയിലാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 26-28 ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. 1 യോഹന്നാൻ 2:2 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്, ലോകം മുഴുവൻ്റെയും പാപത്തിന് അവൻ പരിഹാര ബലിയാണ്. അപ്പം യേശു പരിഹാരമായിരിക്കെ ഞാൻ എന്തിന് മറ്റൊരു പരിഹാരം തേടി പോകുന്നു എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ വിശ്വസിക്കുക വഴി നമുക്കിത് ലഭിക്കേണ്ടതാണ്. അതിന് നമ്മുടെ ഭാഗത്തുനിന്നൊരു ത്യാഗത്തിൻ്റെ ആവശ്യമില്ല. സക്യൂസ് ചെയ്തൊരു കാര്യമുണ്ട്, വഞ്ചിച്ചെടുത്തവർക്ക് 4 ഇരട്ടി തിരിച്ചു കൊടുത്തു, നഷ്ടപരിഹാരം തിരിച്ചു കൊടുത്തു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വഞ്ചിച്ചതും ചതിച്ചതും നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളും എവിടെയെല്ലാം വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് സഭ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ഒരു വാക്കാണ്, പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നുണ്ട്, പക്ഷേ പാപം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. അതവിടെ തന്നെ കിടക്കും. അപ്പൻ വഞ്ചിച്ചെടുത്ത വസ്തു മക്കൾ ഉപയോഗിക്കുന്നു, അപ്പൻ പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, നേർച്ചയിടും, ഇതുപോലത്തെ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകാം, മക്കളും ഇത് ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് പണം വീണ്ടും ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും വ്യക്തികൾക്ക് ഞാൻ അർഹത കൊടുക്കാനുള്ളത് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ വളരെ എളുപ്പമാണ്. കർത്താവിൻ്റെ രക്ഷ സൗജന്യവുമാണ്, വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് വേണ്ടി എല്ലാം അവിടുന്ന് ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ചെയ്തത് നമ്മൾ സ്വന്തമാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്. കുറേ ത്യാഗം ചെയ്യുമ്പോൾ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഞാൻ എന്തോ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം യേശു തന്നെ ചെയ്തേ പറ്റൂ. യേശു ചെയ്തു കഴിഞ്ഞു. ആ പരിഹാരം മനസ്സിലാക്കി ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളത് സ്വന്തമാക്കുക. വീണ്ടും വചനമുണ്ട്, ഒരുപാട് വചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് 53:10, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ യേശുവിനെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്ന പ്രവചനം. ഹെബ്രായർ 9:12 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കുടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. കണ്ടോ? അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ രക്തത്തിന് മാത്രമേ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള ഈ രക്തത്തിന് മാത്രമേ എൻ്റെയും നിങ്ങളുടെയും പാപം കഴുകാൻ പറ്റൂ. വചനപ്രകാരമുള്ള, നമുക്കറിയാം യേശു ചെയ്ത കാര്യങ്ങളെല്ലാം വചനത്തിലുള്ളതാണ്. അപ്പോൾ ആ വചനപ്രകാരമുള്ള രീതിയിൽ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അല്ല നമ്മൾ കത്തോലിക്കൻ വചനം പറയുമ്പോൾ ഉടനെ തന്നെ അത് വേറെ ചിന്താഗതിയാണ്. നമ്മളെ ഈ അടിമത്തങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം. നുഖത്തിൻ്റെ കീഴിൽ കിടക്കുന്നത് അവസാനിപ്പിക്കണം. അതെല്ലാം തന്നെ ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഇതിനൊക്കെയുള്ള അടിമത്തങ്ങളുണ്ട്. സമയങ്ങൾ, പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട, എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ കുറേ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ അറിയാതെ സ്വയം പ്രവൃത്തി ചെയ്ത് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന അവസ്ഥ വിട്ടാൽ മാത്രമേ നമുക്ക് സമ്പൂർണ്ണ മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിനി എത്ര ധ്യാനം കൂടിയാലും എന്തെല്ലാം അറിഞ്ഞാലും അറിയേണ്ടതുപോലെ അറിയുന്നില്ലെങ്കിൽ, ചിലർ ഏറ്റവും വലിയ പ്രശ്നം 1 കൊരിന്ത്യർ 8 പറഞ്ഞൊരു വാക്കാണ്, അറിവുണ്ടെന്ന് കരുതുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല,
അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. ജെറമിയ പ്രവചന പുസ്തകം 2:35 പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ ആയിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴി മാറി നടക്കുന്നു. കണ്ടോ, ഇതൊക്കെ സംഭവിച്ചിട്ടും പറയുകയാണ് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. അപ്പോൾ പാപം വീണ്ടും വീണ്ടും ചെയ്യുന്നു, സ്വയം പരിഹാരം കണ്ടെത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. തലമുറകൾ നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, നിരവധി മേഖലകൾ തകർച്ചയിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഇത്രയും ധ്യാനം കൂടി, ഇത്രയും ശുശ്രൂഷകളിൽ പങ്കെടുത്തു, പലതും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മേൽഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ, നിയമാർത്ഥത്തിന് ഉയർത്തി പറഞ്ഞേക്ക് നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല എന്ന് എഴുതി വെച്ചിടത്ത് അധോഗതി ഉണ്ടാകും. ശാപത്തിൻ്റെ മേഖല അധോഗതി ഉണ്ടാകും. അനുഗ്രഹത്തിൽ പറയുകയാണ് നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല. ഏതെങ്കിലും അധോഗതിയിലാണ് കിടക്കുന്നതെങ്കിൽ, ആ ഗതിയില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഗതിയുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതിനുവേണ്ടി തീരുമാനമെടുക്കണം. ഇങ്ങനെയുള്ള ചില മേഖലകളിൽ പല രീതിയിലുള്ള ചില കാര്യങ്ങൾ വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് നാം ഭാരപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഹാരം, ചിലർക്ക് പ്രാർത്ഥന ഒരു പരിഹാര പ്രക്രിയയാണ്. പ്രാർത്ഥന, ഇത്ര എണ്ണം പ്രാർത്ഥിച്ചാൽ എൻ്റെ പാപം ക്ഷമിക്കപ്പെടും. സത്യം പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ നാമത്തിനെതിരെ ചെയ്യുന്ന തെറ്റുകളാണ്. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിനെതിരെ, കർത്താവിൻ്റെ കുരിശിനെതിരെ ചെയ്യുന്ന തെറ്റുകളാണ്. കർത്താവ് ചെയ്ത കുരിശിനെ അവഹേളിച്ചിട്ട് സ്വയം ഒരു രീതി അങ്ങ് ഉണ്ടാക്കിയെടുക്കുക മനുഷ്യൻ. ആരൊക്കെയോ അങ്ങനെ പഠിപ്പിച്ചും വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണം, എങ്കിലേ പറ്റുള്ളൂ. കാരണം യേശുവിൻ്റെ രക്തമല്ലാതെ നമ്മളെ കഴുകാനൊന്നുമില്ല. ഈശോ സഹിച്ച പീഡാനുഭവങ്ങളും കുരിശുമരണവും ഇനി കർത്താവിൻ്റെ ഉത്ഥാനവും അല്ലാതെ നമുക്ക് രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. വേറെ എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാൻ നമ്മളെ സഹായിക്കേണ്ടവരാണ്. അവരാരും നമ്മളെ രക്ഷിക്കില്ല. ഒരു മനുഷ്യന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. രക്ഷിക്കാമെന്ന് പറയുന്ന വ്യക്തിയുടെ രക്ഷ പോലും പെൻഡിങ്ങിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്, കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ രക്ഷിക്കുന്ന കർത്താവാണ്. കാരണം ഒരു മനുഷ്യൻ, നമ്മൾ സഹായം തേടിച്ചിരുന്ന ഒരു മനുഷ്യൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ഒരു മേഖല നമ്മൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. ആരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നീതിമാൻ ആക്കാൻ വേണ്ടി നമ്മൾ പാപികളായിട്ട് നമുക്ക് വേണ്ടി മരിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യേശു ക്രിസ്തുവിൻ്റെ ആ ബലിയെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഹെബ്രായർക്ക് ലേഖനം 9:28 നമ്മൾ കാണുന്നൊരു കാര്യമാണ്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ പാപപരിഹാര പ്രവൃത്തിയില്ല. പാപപരിഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പാണ് സഭയിലും സമൂഹത്തിലും ഇതുപോലെ ചില ക്രമക്കേടുകൾ നടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ക്രിസ്തുവിനിലൂടെ നമുക്ക് രക്ഷ കിട്ടാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി പിശാച് ചെയ്ത തന്ത്രങ്ങൾ അതല്ല. ഹെബ്രായർക്ക് ലേഖനം ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. 9:28 മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല. ഒന്നാമത്തെ വരവിൽ വന്നത് അതിനു വേണ്ടിയാണ്. രണ്ടാമത്തെ വരവിൽ തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. രണ്ടാമത് വരുന്നത് ഒരിക്കലും പാപത്തിന് പരിഹാരം ചെയ്യാനല്ല, കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കർത്താവ് സാധിക്കുമെങ്കിൽ നമുക്ക് അടുത്ത സന്ദേശങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇച്ചിരി വിശാലമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ വിളിക്കാൻ പറയും, അന്നേരം വിളിക്കുക. കമൻ്റായിട്ട് ആരും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സംശയം കിടരുത്. കാരണം നിങ്ങളുടെ വ്യക്തിപരമായ സംശയത്തിന് ആവശ്യമില്ലാത്ത ഉത്തരം തരാൻ ഒരുപാട് പേരുണ്ടാകും.
അത് നിങ്ങളെ കുഴപ്പത്തിലാക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ എഴുതാം. പക്ഷേ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരമായിട്ടുള്ള ഉത്തരം തരുന്നതായിരിക്കും, തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഇനി സംസാരിക്കണമെങ്കിൽ ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ മേഖല കുറച്ചുകൂടെ ആഴത്തിൽ വചനത്തിൽ ധ്യാനിക്കാൻ താല്പര്യമുള്ളവർക്ക് ധ്യാനം കൂടും നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സംശയങ്ങൾക്കൊരു ഇത് കിട്ടും. അല്ലാതെ എന്നും ഇങ്ങനെ രോഗത്തിൽ, എന്നും ഇങ്ങനെ തകർച്ചയിൽ, എന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിൽ കടന്ന് വലയാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വയം പരിശോധിക്കുക, സ്വയം പരിശോധിച്ചാൽ മതി. കർത്താവ് ഇത്രയും നാളായിട്ടും എൻ്റെ ഗതി ഇങ്ങനെ കിടക്കുന്നു? ഓരോ വ്യക്തിയും ചിന്തിക്കുക. ചിലർക്ക് പണം ഇഷ്ടം പോലെയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ കുടുംബത്തിൽ പല രോഗങ്ങൾ, തടസ്സങ്ങൾ. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, രുചികരമായ ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല പല രോഗങ്ങൾ കാരണം, മാനസിക വ്യതകൾ കാരണം, അസ്വസ്ഥതകൾ കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഉണ്ട്, പക്ഷേ ഒരു ശൂന്യത. ക്രിസ്തു കടന്നു വരട്ടെ, യേശു വരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമുക്കൊരു വലിയ അനുഭവത്തിലേക്ക് വരാം, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും നമ്മളെ കൈവിടത്തില്ല കർത്താവ്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം എടുക്കുന്നില്ല എങ്കിൽ കൈവിട്ടതുപോലെ നമ്മൾ നടക്കും. അവിടെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് ധ്യാനം സെപ്റ്റംബർ 1 മുതൽ 6 വരെ ഉണ്ട്. പങ്കെടുക്കാൻ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ജാഗരണ പ്രാർത്ഥനകളുണ്ട്, ഗൂഗിൾ മീറ്റൊക്കെ ഉണ്ട്, വചനധ്യാനം ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂ ആയിട്ട്. നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നിരവധി പേർ ക്രിസ്തുവിനെ അറിയട്ടെ, ക്രിസ്തുവിയുടെ രക്ഷ സൗജന്യമായി സ്വന്തമാക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. 2000 വർഷം മുമ്പ് അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോയെ പരിഹാരം ചെയ്തിട്ടും പിതാവായ ദൈവമേ അവിടെ തൻ്റെ പുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ ഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കാതെ തകർച്ചയിലും ദുരിതത്തിലും തലമുറ ബന്ധനത്തിലും പാപക്കെട്ടുകളിലും കഴിയുന്ന ഞങ്ങളെ മോചിപ്പിക്കുകയും അങ്ങ് ഞങ്ങളുടെ സമ്പൂർണ്ണ രക്ഷകനാണ് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, ദൈവീകമായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. അന്ധകാര ശക്തികളുടെ സകല പ്രവൃത്തിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധിയോടെ ജീവിച്ച് അങ്ങേക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു മകനും മകളുമായി തീരുവാനും ശരിയായൊരു ജീവൻ നയിക്കുവാനും ഞങ്ങൾ ഒരുക്കണമേ. മറ്റുള്ളവർക്കും ഈ രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സജ്ജരാക്കണമേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഏറ്റെടുത്ത് രക്തം ചിന്തി കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. നിങ്ങൾ നിരവധി പേർക്ക് ഇത് പകർന്നു കൊടുക്കണം, അയച്ചു കൊടുക്കണം. നിങ്ങൾ നിരവധി പേര് അത് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷകളെക്കുറിച്ച് നിങ്ങൾ അറിയിക്കണം. മറ്റുള്ളവർ അതിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും നിറയുന്നതിന് നന്ദി പറയാം. നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്തതിന് വളരെയേറെ നന്ദി. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ദൈവം വിശുദ്ധീകരിക്കുകയും നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. യേശുവിൻ സ്നേഹമോർത്താൽ, കാൽവരിയാഗമോർത്താൽ നന്ദി നിറഞ്ഞിടുന്നു. കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു. എന്നാളും ആശ്രയമേശുവേ, കർത്താവന്റെ ജീവിതത്തിൽ ഭാരങ്ങളെല്ലാം നീക്കിയതാൽ, പാപത്തിൽ നിന്നും മോചനം നൽകിയ ത്യാഗത്തെ ഓർത്തു ഞാൻ പാടിടുന്നു.
എൻ്റെ ആന്തരികാനന്ദമായി യേശു എന്നുള്ളിലുണ്ട്. ആശയറ്റുഴഞ്ഞ എൻ്റെ ആന്തരികാനന്ദമായി യേശു എന്നുള്ളിലുണ്ട്.